ഏയ് എന്തൊക്കെയാണ് അമ്മു? നമ്മുടെ പൊന്നൂനൊരാലോചന വന്നിട്ടുണ്ട്. എവിടെ നിന്നാണ്? കണ്ണമാലിന്നാണ്. ചെമ്മീൻ കമ്പനിയിലാണ് പണി. ചെറുക്കൻ കൊള്ളാൻ കേട്ടാ. പിന്നെന്തിനാണോ വെച്ച് താമസിപ്പിക്കണത്? അങ്ങോട്ട് ഉറപ്പീര്. ഉറപ്പിക്കാം. പക്ഷെ ഒരു വിശേഷമുണ്ട്. അനിയനെയാണ് പൊന്നൂന് പറയണത്. ചേട്ടൻ ഒരാൾ കൂടി ഉണ്ട് കല്യാണം കഴിക്കാറ്. 1 വയസ്സിന്റെ മൂപ്പേ ഉള്ളൂ. സൗദിയിലാണ് പണി. രണ്ടാളുടെയും കൂടി ഒരുമിച്ച് നടത്തണമെന്നാ അവർക്ക്. അപ്പൊ ഇക്കൊരു ബുദ്ധി തോന്നി. നമ്മുടെ അമ്മൂന് വേണ്ടി ഒന്ന് ആലോചിച്ചാലാന്ന്. നല്ല കുടുംബക്കാരാണ്. 2 കല്യാണവും കൂടി ഒരു പള്ളിയിൽ വെച്ച് നടത്തുന്ന ശേല് നീയൊന്ന് ആലോചിച്ചു നോക്കിയേ. നല്ല ചേലായിരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താടാ? അമ്മുവേ, ഇവൾ ഒരുത്തരം കാത്തുകൊണ്ടുള്ളൊരു ഇരിപ്പാണേ. ആളങ്ങക്കരയാണ്. പക്ഷെ എല്ലാം പറഞ്ഞു വെച്ചേക്കണ്. വന്നാലുടൻ നടത്തണമെന്ന്. ആഹാ, ഇങ്ങനെയൊരു രഹസ്യം വെച്ചോണ്ടാണല്ലേ? എടി അമ്മുവേ, നീ ആളൊരു മുണ്ടാപ്പൂച്ചയാണല്ല. ചോദിക്കണവരോട് മുഴുവൻ പറയണതാണ്. പറഞ്ഞു വെച്ചേക്കാണ് വരുമെന്ന്. കൊല്ലം 3 നമ്മ ഈ കരയിലോട്ട് വന്നിട്ട്. വരും, വരാണ്ടിരിക്കില്ല. എടി എടി പൊന്നുവേ, അവിടെ വന്നേ. പെണ്ണിന്റെ ഒരു പവറേ. നീ ചെറുക്കനെ കണ്ട? സുന്ദരനാണ്. അപ്പം നീ കരവിട്ട് പോകാണല്ലേ? പോയാലും നീ വരുമല്ല. അല്ലെങ്കിൽ ഞാനും നിന്റെ ആങ്ങളെയും കൂടി കണ്ണമാലി പെരുന്നാളിന് വന്നോടൊരു കലക്ക് കലക്കും. ഇപ്പൊ എങ്ങട്ടാണ്? ചാച്ചനടുത്തേക്ക്. ആ ചെല്ല് ചെല്ല്. അതെ, നമ്മുടെ റിഹേഴ്സൽ ക്യാമ്പ് പൊളിക്കാൻ ചാർലി ആളെ വിട്ടേക്കണ്. നേരെ അപ്പൊ ആശാന അവന്മാരെ അടുത്ത് കുറെ കയർത്ത്. അവന്മാർ അതെല്ലാം പിടിച്ചു വലിച്ച് പൊളിക്കണ്. തീരെ പിടിച്ചു കയറ്റാൻ 10 മണിക്കൊന്നും വേണ്ട. എന്തായി പറയണേ? നോക്കിക്കല്ലേ. ആരോട് പറഞ്ഞിട്ടാണ് ഇതൊക്കെ എടുക്കണേ? തട്ട് പൊളിക്കാൻ ആര് പറഞ്ഞെന്നാ? അവിടെ
പണം മുടക്കാൻ പറഞ്ഞിട്ട് നീയാണ് നാളെ തീരുമാനിക്കണം. പലകയല്ലേ പൊളിച്ചോണ്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ തട്ടയിൽ വെച്ച് ഞാൻ ഉണ്ടാക്കിയൊന്നും ഇല്ലാണ്ടാക്കണം വിചാരിച്ചാൽ പറ്റത്തില്ലല്ല. കൊണ്ടുപോയി തിന്നട്ടോ നാറി. എടുക്കാനുള്ളൊക്കെ എടുത്തോണ്ട് വേറെ സ്ഥലം വിട്ടോണം കേട്ടാ. എനിക്ക് വല കെട്ടാനുള്ള സ്ഥലമാണ്. ആ നീ വാ. വയ്ക്കടാള്. ഇത് ഞാൻ കായ് കൊടുത്ത് വാങ്ങിയതാണ്. ഞങ്ങൾക്ക് തന്നയച്ച ലിസ്റ്റിലുള്ളതാ. ലിസ്റ്റിലുള്ളതൊക്കെ അവന്റെ ആകുക എന്ന് പറഞ്ഞാൽ എങ്ങനാ? കൊണ്ടുപോയിക്കോട്ടപ്പാ, ഒന്നും നമുക്ക് വേണ്ട. അതെങ്ങനാന്ന്? എടുത്തോട്ടപ്പാ. എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് അറിയാവടാ ആൻഡോ? വലിയൊരു പുരുഷാരത്തിന്റെ മുമ്പിലെ സ്റ്റേജില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ മേക്കപ്പോടെ കർത്താവ് വിളിച്ചങ്ങ് പോകണേ. നാടകമില്ലാണ്ട് ആശാന് ജീവിക്കാൻ പറ്റുകയില്ലടാ. എങ്ങനെ ഒരു പുതിയ ട്രൂപ്പ് ഉണ്ടാക്കണം. ആ എഞ്ചിനങ്ങ് വിറ്റാല. വള്ളവും ഉണ്ട്, പണയം വെക്കാൻ പൊരയും പറമ്പുണ്ട്. എന്റെ എഞ്ചിനും വേണമെങ്കിൽ വിൽക്കാം. അല്ലെങ്കിൽ എന്തിനാണ്? ഗബ്രിയേൽ അച്ഛനെ പോയി ഒന്ന് കണ്ടാ മതി. നാള് കുറെ ആയി അച്ഛൻ എന്നോട് പറയുന്നു ആശാൻ എന്റെ കൂടെ നിൽക്കണം. നമുക്കൊരു പുതിയ നാടകം വേണ്ടേ ആശാനെ? വേണം. ഒരു കഥയുടെ കരടന്റെ മനസ്സിലുണ്ട്. അത് നീ കണ്ട മാനത്തോട്ട് നോക്കിക്കേ. കാറ്റത്ത് മേഘങ്ങൾ പായണത് കണ്ട? രൂപങ്ങൾ പോലെ കണ്ട? മിണ്ടുകയും തിരികെയും അനങ്ങുകയും ചെയ്യണത് കണ്ട? നമ്മുടെ കഥാപാത്രങ്ങളാണത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ എല്ലാരും പറയണ മാതിരി പറഞ്ഞാ പോരെന്നാ ഗബ്രിയേലച്ചൻ പറയണേ. ചക്രവർത്തിയുടെ പിതാവ് ഫിലിപ്പ് രാജാവിന്റെ കഥയിലൂടെ വേണം നമുക്ക് അലക്സാണ്ടറിനെ കാണാൻ. എങ്കിലേ ഒരു വ്യത്യാസവും മിരിവും വരവുള്ളൂ.
അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല പരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുറയറയൻ അങ്ങേ കടലിൽ പള്ളിയൊറങ്ങാൻ മൂപ്പര് പോണതാണേ. ആയിരത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയച്ചണ്ടകൾ അലറിത്തരികിട വേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മടപ്പുറമാകെ തിമികിട മൃതത്തെ ഞാനും കേട്ടേ ഞാനും കണ്ടേ അവനവനിന്ന് കലമ്പിയ നേരത്തിന്റെ കിനാവിലൊരമ്പിളി വെള്ളമിറങ്ങിയൊരുങ്ങിയ നങ്ങിയ നമ്പിയ കമ്പടി കൂടാനത്തിലും ഇത്തിലും ആടം മാനത്തോണികൾ ഒഴുകി തുള്ളി ഉറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തരികിട വിമൃതത്തെ. തുടങ്ങട്ട. സ്പാർട്ടയും ഫിലിപ്പിയും ക്രീറ്റും മാസിഡോണിയയുടെ കൊടിക്കീഴിലായി. മഹാനായ ദിമോസ്തീനസിന്റെ ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ള വാക്ചാതുരിക്ക് ഈ ഫിലിപ്പിന്റെ ഖഡ്ഗത്തിന്റെ ജൈത്രയാത്രയെ തടഞ്ഞു നിർത്താനായില്ല. ചിതറിക്കിടക്കുന്ന യവന നഗര പ്രവിശ്യകളെല്ലാം നമ്മുടെ സിംഹാസനത്തിന്റെ വരുതിക്ക് കീഴേ വരുന്ന സുദിനമാണ് നിന്റെ പിതാവിന് ആഘോഷിക്കാനുള്ളത്. അതിനി സമയം ഏറെയില്ല. യവന നഗര പ്രവിശ്യകൾ മാത്രമല്ല തിരുമനസ്സേ, അഹങ്കാരിയായ ഡേരിയസിന്റെ പേർഷ്യൻ സാമ്രാജ്യവും പരാക്രമികളുടെ സിംഹമായ പോറസിന്റെ രാജ്യവും കടന്ന് സിന്ധു നദിയുടെ തീരങ്ങളിൽ കിഴക്കിന്റെ അതിരുകളോളം ഫിലിപ്പ് ചക്രവർത്തിയുടെ പതാക പാറിപ്പറക്കണം. യവന സംസ്കാരത്തിന്റെ വെളിച്ചം ഈ വിശ്വത്തിന്റെ ആകെ ചൈതന്യമാകണം. കൊള്ളാം അലക്സാണ്ടർ, നീ അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യൻ തന്നെ. കാണേണ്ടത് കാണാനുള്ള ജ്ഞാനദൃഷ്ടി നമുക്ക് തെളിച്ചു തന്ന ജ്ഞാനികളുടെ ചക്രവർത്തിയെ നിന്റെ ഗുരുവാക്കിയത് വൃഥാവിലായില്ല. നിർത്ത്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ട്രൂപ്പീന്ന് പോന്നു, ശരി. അതിനുമുമ്പ് നമ്മൾ തമ്മിൽ ചില ഉടമ്പടികളും ധാരണകളും ബാക്കിയുണ്ട്. ഇറങ്ങി പോടാ അവിടുന്ന്. പോകാൻ തന്നെയാ. അതിനുമുമ്പ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ അനുവാദമില്ലാതെ അപ്പനും മകളും വേറെ നാടകം കളിക്കാൻ പാടില്ല. അതിനുള്ള എഗ്രിമെന്റ് എന്റെ കയ്യിലുണ്ട്. പിന്നെ ആശാൻ കളിക്കോ കളിക്കാതിരിക്കോ ചെയ്തോ എനിക്ക് ഒരേപോലെ. പക്ഷെ ലിസേ ഞാൻ വിട്ടുതരില്ല. ഒന്നുകിൽ എന്റെ ട്രൂപ്പിൽ കളിക്കണം, അല്ലെങ്കിൽ വരുന്ന ഒരു കൊല്ലത്തേക്ക് എന്റെ അനുവാദമില്ലാതെ വേറെ ട്രൂപ്പിൽ കളിക്കാൻ പാടില്ല. ഞാൻ അനുവദിക്കില്ല. അത് അപ്പന്റെ ട്രൂപ്പായാലും ശരി, അച്ഛന്റെ ട്രൂപ്പായാലും ശരി. എന്താ ഇത്? കഴിവേറുകളെ പേടിപ്പിക്കുന്നടാ. കൊണ്ടുപോയി കേസ് കൊടുക്കാം. കേസ് കൊടുക്കാൻ തന്നെയാ. നാടകം തട്ടേ കയറൂല. വെറുതെ പറയല്ല, എന്റെ ഉടമ്പടി ഉണ്ട്. ദാ നോക്ക്. ചാർലി തൽക്കാലം പോകും. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് അറിയിക്കട്ടെ. ഒന്നും ആലോചിക്കാനില്ല. നാടകം കളിക്കൂല, കളിപ്പിക്കൂല. ലീഗലായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യും. നീ പുളുത്ത് പോടാ അവിടുന്ന്. പോ, പോ. എഴുതി ഒപ്പിട്ട് കൊടുത്ത എഗ്രിമെന്റ് ചാർലിയുടെ കൈവശമുണ്ട്. അങ്ങനത്തെ കരാറിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. കായ് മുടക്കണത് അവനാണല്ലോ എന്ന് കരുതി ഞാനും ലിസാമയും കടലാസിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. വെറുതെ കടലാസിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. അവരതിൽ എഴുതി ചേർത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇനി ഒരു വർഷത്തേക്ക് ലിസ വേറെ ട്രൂപ്പിൽ അഭിനയിക്കണമെങ്കിൽ ആദ്യത്തെ ട്രൂപ്പിന്റെ അനുവാദം വേണമെന്ന്. എന്ന് പറഞ്ഞാലെങ്ങനെ? നമുക്ക് നാടകം കളിക്കണ്ടേ? വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല ആശാനെ. കളിക്കാനൊക്കില്ല. അവൻ കോടതിയിൽ സ്റ്റേ വാങ്ങിക്കും. അയാൾക്കുടെ ട്രൂപ്പ് സെറ്റായും ഇല്ല, നമ്മുടെ ട്രൂപ്പ് കയറി വരികയും ചെയ്യുന്നു. അതിന്റെ കൊതിക്കറുവാണ്. ഒരു വേഷം കൊടുത്താൽ ചാർലി ഒതുങ്ങും. പക്ഷെ ഹീറോ കളി തന്നെ വേണോന്ന് പറയും. കളിച്ചോട്ടപ്പ, നാടകം നടന്ന് കണ്ടാ മതി. ഞാൻ മാറിത്തരാം. അയാള് തന്നെ ഹീറോ. അങ്ങനെ ഇപ്പൊ നാടകം കളിക്കണ്ടെങ്കിലാ? യൂത്ത് ഫ്രണ്ടിന്റെ ജൂബിലിക്ക് നാടകം സ്റ്റേജ് ചെയ്യാമെന്ന് ഞാൻ ഏറ്റിട്ടുള്ളതാ. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാ നമ്മൾ ഈ പാട് മുഴുവൻ പെട്ടത്. ഞാൻ അഭിനയിച്ചൂടെന്നല്ലേ ഉള്ളൂ. അതെ, സാരമില്ല, നമുക്ക് നാടൻ കളിക്കാം. വഴിയുണ്ട്. അമ്മ ഒന്നിങ്ങോട്ട് വന്നേ.
അഖിലസിന്റെ രഥത്തിൽ കെട്ടിയ പെൺകുതിര പോലെ നീ സുന്ദരി. നിന്റെ അനുപമ ലാവണ്യത്തിന് മുൻപിൽ ഞാൻ വെറും അടിമ. ചെന്തുണ്ടിപ്പഴത്തിലെ ചെന്നൂല് പോലെ നിന്റെ പവിഴാത്ത്. കുന്തിരിക്ക കുന്നുകളിലും അത്തിക്കാത്താഴരിയിലും ഓടിച്ചാടി നൃത്തം വയ്ക്കുന്ന നിന്റെ പാദയുഗ്മം. അലക്സാണ്ടർ രാജകുമാരൻ എന്റെ പിതാവ് അരിസ്റ്റോട്ടലിന്റെ കീഴിൽ അഭ്യസിച്ചത് ശൃംഗാര കവിതകളായിരുന്നുവോ? പിതാവിനില്ലാതെ പോയ നർമ്മബോധം പുത്രിക്ക് വേണ്ടുവോളം. അമ്മു, നീ കണ്ട ആരെ? രഘുവിനെ. രഘുവേട്ടനാ? ആൾക്കൂട്ടത്തിലുണ്ടായിരുന്നു. എപ്പം? രണ്ടാം രംഗത്തിലൊരു ഡയലോഗ് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ നിൽക്കണം. നീ കണ്ടില്ലായിരുന്ന? ഇല്ല, ആന്റിക്ക് തോന്നിയതാവും. അല്ലെന്ന് ഞാൻ കണ്ട് ഒന്നല്ല 2-3 തവണ. പിന്നെ ഒരു ഡയലോഗ് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഇല്ല. നേരാണ്, രഘുവേട്ടൻ തന്നെയാണോ? ഉറപ്പ്. നമ്മളെ കണ്ട? കാണാണ്ട് പിന്നെ. നമ്മള് രണ്ടാളും അല്ലായിരുന്ന തട്ടേല്. നിന്നെയും കണ്ട് എന്നെയും കണ്ട്. എന്നിട്ട് എവിടെ? നാടകം കഴിയുമ്പോ നമ്മളെയും കാത്ത് ഇവിടെയെങ്ങാനും ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. 4 ആള് കൂടുന്നിടത്ത് വലിയണ പതിവാന് പണ്ട് കൊണ്ടല്ല. നാളെ അന്വേഷിച്ച് വന്നോളൂ. വന്നില്ലെങ്കിൽ എവിടെ ഉണ്ടായാലും ഞാൻ പിടിച്ചോണ്ട് വരും. നീ സമാധാനപ്പെട്. പതിവ് മാമൂലുകൾ വിട്ടുചരിക്കുന്ന ഈ നാടകം നൂതനമായ ഒരു പരീക്ഷണമാണെന്ന് പറയാതെ വയ്യ. വർത്തമാനകാല പ്രസക്തിയുള്ള വൈകാരിക മുഹൂർത്തങ്ങളെ ഗതകാല പശ്ചാത്തലങ്ങളിൽ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള നാടകകൃത്തും സംവിധായകനുമായ എസ്തപ്പാൻ ആശാന്റെ ആഖ്യാനം സ്വാഗതാർഹമായ ഒരു വ്യതിയാനമാണ്. മലയാള നാടകവേദിയിൽ വളർച്ചയുടെ കരുത്തുള്ള ഒരു നാമ്പാണ് ഈ നാടകമെന്ന് നിസ്സംശയം പറയാം. നായിക നായക വേഷമണിഞ്ഞ അമ്മുവിനും ആന്റോയ്ക്കും കൃതകൃത്യതയ്ക്ക് അവകാശമുണ്ട്. ലിസാമേ, 2 ആഴ്ച കഴിയുമ്പം പെരുന്നാളാണ്. നാടകം ഒന്നുകൂടെ ഒന്ന് മുറുക്കണം. 1-2 സ്ഥലങ്ങൾ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്.
അതെ, പെരുന്നാക്കളി എന്ന് പറയുമ്പം ആന്റോ നാടകത്തിൽ കയറിയന്റെ ഒന്നാം പിറന്നാളാണ്. ശരിയാണല്ല. എടാ ആന്റോയെ വാ. അങ്ങനെ നിസ്സാരപ്പെട്ട ഒരു കൊല്ലമായിരുന്നില്ല കേട്ടാ പോയത്. പെരുന്നാക്കളിക്കിനി ദിവസം ഉണ്ടല്ല, നമുക്ക് മൊത്തം ഒന്നുകൂടെ നോക്കാം. ആന്റോ ഒന്നിങ്ങാട്ട് വന്നേ. നീയൊന്ന് വീട് വരെ വാ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടാ? എങ്ങാണ്ടെന്നാ വന്ന ഒരു എംബോക്കി അമ്മൂടെ അടുത്ത് കശപിശ കൂട്ടണം. ആര്? ആ, ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ല. എവിടേക്കാടാ? ഒന്ന് വീട് വരെ, വെക്കം വരാം. വാ. ആ